ജോർജിയയിൽ ട്രിപ്പിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചാർജ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്ലഗ് ഇങ്ങനെയാണ് വരുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാനോ മറ്റു സാധനങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള അഡാപ്റ്റർ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതുപോലെയുള്ളത്. ഇപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം അല്ലേ, ഞങ്ങളുടെ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്ര വലിയ വൃത്തി എന്നൊന്നും പറയാനില്ല, എന്നാലും നല്ല വൃത്തിയുണ്ട് അല്ലേ. അതെ, അവിടെ ഒരു മരമുണ്ട്, ചെറിയൊരു മരം. മരത്തിൽ നിറയെ പ്ലാസ്റ്റിക് കവർ, വേസ്റ്റ് വന്ന കവറുകളൊക്കെ കെട്ടി തൂക്കി അവർ നല്ലൊരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ശരിയാ, അവിടെ ഒരു മരത്തിന് മുകളിൽ പ്ലാസ്റ്റിക് കവർ, പേപ്പർ എല്ലാം കൊണ്ട് അവര് നല്ല വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. വൃത്തികേടല്ല, വഴിയിൽ കിടക്കുന്ന വൃത്തികേടിനെക്കാളും ഭംഗിയാണ് അങ്ങനെ ആക്കി വെക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു തിബിലിസ് ഒന്നും കൂടെ ക്രൗഡഡ് ആണെന്ന് തോന്നുന്നു. കുത്തൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. തിബിലിസി ക്രൗഡഡ് ആണെങ്കിൽ പോലും ഇവിടെ അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഇവിടെ അവിടെയൊക്കെ ടൂറിന്റെ പാക്കേജസ് കാണുന്നുണ്ട്. പക്ഷേ ടൂർ പാക്കേജ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ടൂർ പാക്കേജ് എടുത്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് പറയും. പക്ഷെ നമ്മളല്ലാതെ ബോൾട്ട് ആപ്പ് വഴി ട്രാൻസ്ഫേഴ്സിന് അതുപോലെ എവിടെയെങ്കിലും എത്താനൊക്കെ ടാക്സി ഒക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ പോലും റേറ്റ് നല്ല കുറവാണ് ഇവിടെ വരുന്നത്. നമ്മൾ വെറുതെ പാക്കേജ് എടുത്തിട്ട് ക്യാഷ് കളയരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പീസ് ബ്രിഡ്ജ് കാണാനാണ്. ഇവിടെ നല്ല കടയുടെ മുമ്പ് തന്നെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഒറിജിനൽ ഫ്ലവേഴ്സ് ആണ് അത്. അത് ഒറിജിനൽ ഫ്ലവേഴ്സ്. ഇവിടെ കുറേ തേനും തേൻ നെല്ലിക്കയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. ഒരു കട, പക്ഷെ അത് ഫോട്ടോയിൽ കാണിക്കുന്നതായിരിക്കും. പറയാൻ പറ്റില്ല, അവര് തേന് ഒഴിച്ചു വെച്ചാണെങ്കിലോ, എന്നിട്ട് മറ്റു സാധനം മാത്രം പറ്റിക്കാൻ ഇട്ട് വെച്ചാണെങ്കിലോ. അതെ, ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കടയുണ്ട്. ഇതെന്താ ഐറ്റം? അതല്ല, ഇത് This is mango? No, it's not mango. Oh, sorry. അങ്ങനെ വൈഷ്ണവിക്ക് ഈ ചേച്ചിയുടെ അടുത്തുനിന്ന് തെറി കേട്ടു. ചേച്ചി വിചാരിച്ചു വൈഷ്ണവി അത് അടിച്ചു മാറ്റാൻ പോവുകയാണെന്ന്. അവരെന്തൊക്കെയോ ജോർജിയൻ ഭാഷയിൽ പറഞ്ഞു. ഫ്രീ വൈൻ ടേസ്റ്റ്, ഒന്ന് ഫ്രീ വൈൻ ടേസ്റ്റ് ചെയ്തിട്ട് വരാം നമുക്ക്. ഫ്രീ വൈൻ ടേസ്റ്റിംഗ് ചോദിച്ചു നോക്ക്, ഫ്രീ വൈൻ ടേസ്റ്റിംഗ് ഉണ്ടോന്ന് ചോദിച്ചു നോക്ക് അവരുടെ അടുത്ത്. ഓപ്പൺ ചെയ്തോ. അങ്ങനെ ഞങ്ങളൊരു വൈൻ ഷോപ്പിലാണ് കയറിയിരിക്കുന്നത്. ഹായ്, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, വി ജസ്റ്റ് വാണ്ട് ടു ടേസ്റ്റ് എ സാമ്പിൾ, then we will decide to buy or not. Which one wine you like the most? Sweet or dry wine? Sweet. Special in Georgian wine, all of them is special. Okay, can we taste it? It's your choice which one you like, dry or semi-sweet, red or white? Red. Dry or white, semi-sweet? Try. Okay. I have here one of the best. Is it original wine? Yes, sure. I will tell you now, this Inverness brand, it's also my brand's wine. We made our company's wine, magazine inside. And this Qvevri, Sapera Qvevri is the most traditional wine in Georgia and almost have 300 years old history. Yeah. 25. എങ്ങനെയുണ്ട് വൈൻ ടേസ്റ്റ് വൈഷ്ണവി? എൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വൈൻ കുറച്ച് ഹാർഡാണ്, കുറച്ച് ഭയങ്കര കയ്പ്പ് അല്ലേ? ഇതാണോ ശരിക്കും വൈൻ എന്ന് പറയുന്നത്? അതെ, കുഴപ്പമില്ല, കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ല. ഇരുന്നുണ്ട്. അടിപൊളി അടിപൊളി. അവിടുന്ന് പറഞ്ഞു വരുവാണല്ലേ. ഞങ്ങളങ്ങനെ
പീസ് ബ്രിഡ്ജും തപ്പി ഇറങ്ങി ലാസ്റ്റ് പീസ് ബ്രിഡ്ജ് എത്താറായിട്ടുണ്ട് ഗൈസ്. ബ്രിഡ്ജ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന പീസ് ഓഫ് ബ്രിഡ്ജാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. കയറും. പീസ് ബ്രിഡ്ജിൽ നല്ല പീസായിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹായ്. Guys, I'm offering you boat tour on the river, half an hour tour. Coffee, tea, wine. White What? wine included for the price, yes. See guys, you go 2 kilometers for you, this is 4 kilometers for all please. പീസ് ബ്രിഡ്ജ് പീസില്ല. കയറിയ മുതൽ തന്നെ ഞങ്ങളെ സമാധാനക്കേടാക്കി അവർ. എന്തായാലും ബോട്ട് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് നല്ല കുറവാണ്. ഇവിടെ നിങ്ങൾക്ക് മദർ ഓഫ് ജോർജിയ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അവിടെ ദൂരെ ആയിട്ട് ഉണ്ട്. അതാണ് മദർ ഓഫ് ജോർജിയ. ഒരു ബലൂൺ കാണുന്നുണ്ട്. എന്ത് ബലൂണാണിത്? അതറിയില്ല ഗൈസ്. എന്താണിത്? കൊന്ന മയില. മയിൽ ഇതാ തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട്. രണ്ട് നല്ല പട്ടിക്കുട്ടിയുടെ കാണുന്നുണ്ട്. നാടനാണോ? ബ്രിഡ്ജ് ഓഫ് പീസ് ക്രോസ് ചെയ്ത് എത്തുന്നത് റൈറ്റ് പാർക്കിലേക്കാണ്. റൈറ്റ് പാർക്കാണ് ഇത്. ഇവിടെ നല്ല രസമുണ്ട്. വൈഷ്ണവിന്റെ മൂക്കൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. വൈഷ്ണവ അവിടെ കുന്തിരിക്കാന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനം മരത്തിന്റെ മുകളിൽ പറിച്ചെടുക്കുന്നുണ്ട്. എന്താടി നീ കാണിച്ചു കൊടുക്ക, അവർക്ക് അപ്പം മനസ്സിലാവും. കുന്തിരിക്കാന്നാണ് പറയുന്നത്. എനിക്ക് അറിയില്ല ഇതെന്താ സാധനം. നല്ല സ്മെല്ലുണ്ട്. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് കേട്ടോ. കുന്തിരിക്കാന്ന് പറഞ്ഞ എന്തൊക്കെയോ മരത്തിന്റെ മുകളിൽ പറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതെന്താണ്, എന്തിന്റെ മരമാണെന്നൊന്ന് പറഞ്ഞു തരണം. എനിക്കറിയില്ല. എന്തായാലും കുന്തിരിക്കാണത്. നല്ല മണം. ഇത് പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് ഇത് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കാം. റൂം കത്തിക്കുന്നാണ് തോന്നുന്നത്. ഇവിടെ പുകയ്ക്കുന്ന സാധനാണേ. റൂം മൊത്തം പോച്ച് ചാടിക്കും എല്ലാരും. ഇനി ഇങ്ങനെ തലയിലാക്കുന്നേ. ഇവിടെ നിറച്ച് ഒരു മരം ഉണ്ട്, ഒരു സൈസ് മരം. പക്ഷെ നല്ല സ്മെല്ല്. നമ്മുടെ നാട്ടിലെ കുന്തിരിക്കത്തിന്റെ മരം, അതേ സ്മെല്ല് വരുന്നുണ്ട്. ആ മരത്തിന്റെ കായയുടെ സ്മെല്ല് ഈ നമ്മൾ ഈ നടക്കുമ്പോ വരെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കാറ്റടിക്കുമ്പോഴൊക്കെ നല്ല അതിന്റെ ഒരു സ്മെല്ല് വരും. കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാൻ നല്ല നല്ല രസമാണ് അല്ലേ? ഭയങ്കര. അതായത് പീസ് ബ്രിഡ്ജ് ഇറങ്ങി വന്ന് പീസ് ബ്രിഡ്ജിൽ വലിയ പീസൊന്നും ഇല്ലെങ്കിലും പീസ് ബ്രിഡ്ജിൽ എല്ലാരും വന്ന് ടൂറിസ്റ്റേഴ്സിനെ വശീകരിക്കാൻ വേണ്ടിട്ട് ഓരോ സാധനം വെച്ചിട്ട് ഇങ്ങനെ പരിപാടികളുണ്ട്. അപ്പം അവിടെ വന്ന് അവിടുന്ന് നേരെ ഇറങ്ങി വരുന്നത് ഈ റൈറ്റ് പാർക്കിലേക്കാണ്. ഈ റൈറ്റ് പാർക്കിൽ വന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല ചൂടുള്ള പോപ്കോൺ വേണ്ട, ബലൂൺ പിടിച്ചു. ചൂടുണ്ടേ? ഇവിടെ ഇരുന്ന് കഴിക്കണം എവിടെയെങ്കിലും. ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കാൻ, പോപ്കോണൊക്കെ കഴിച്ച് നടക്കാൻ എന്ത് രസമെന്നറിയാം. കൃഷ്ണന് കുറച്ച് കിളികളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പോപ്കോൺ കൊടുത്തിട്ട് ഭയങ്കര സ്പീഡ് ഇത് പറക്കുന്നത്. അടുത്തത് കേബിൾ കാറിൽ പോകാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അതായത് നിങ്ങൾക്ക് 2 വേ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. 2 വേ ഉണ്ട്, 1 വേ ഉണ്ട്. 1 വേ ആണെങ്കിൽ നമുക്ക് മദർ ഓഫ് ജോർജിയ കണ്ടിട്ട് അതൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ 1 വേ ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കേബിൾ കാർ പോകാൻ വേണ്ടിയിട്ട് അവരൊരു മെട്രോ കാർഡ്, ദുബായിലൊക്കെ മെട്രോ കാർഡ് പോലെ ഒരു കാർഡ് തന്നിട്ടുണ്ട്. ഈ കാർഡ് വെച്ച് നമുക്ക് ബസ്, മെട്രോ, അതുപോലെ റോപ്പ് വേ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കാർഡിന് വരുന്നത് 2 ലാറിയും അതുപോലെ അവിടേക്ക് 1 വേ ട്രിപ്പിന് 2.5 ആണ് പെർ പേഴ്സൺ വരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ 5 പിന്നെ +2 7 കാർഡ്. അപ്പോൾ ടോട്ടൽ 7 ലാറി വരും. ഒരു പുള്ളി, ഒരു പെണ്ണതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യില്ല, പതുക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറാൻ പറ്റും. വിഷ്ണയെ കയറി, ഞാനും കയറി. അയ്യോ, ഓക്കെ. അപ്പോൾ നമ്മൾ മാത്രമേ ഈ കാറിൽ പോകുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാല്ലേ? നല്ല സ്പീഡിലാണ് വണ്ടി ആടുന്നുണ്ട് ചെറുതായിട്ട്. അയ്യോ, കുലുക്കം നിൽക്കുന്നുണ്ട്.
പുറത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. കൊള്ളാം അല്ലേ? നോക്ക് താഴെ നോക്ക്. ഞാൻ നോക്കൂല. കേബിൾ കാർ നല്ല രസമുണ്ട് കേബിൾ കാറിൽ പോകാൻ. വാവ് ബ്യൂട്ടിഫുൾ. നല്ല ഉറപ്പുള്ള കാറാണ്. കൊള്ളാം അല്ലേ? അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ നിന്നും മദർ ഓഫ് ജോർജിയയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമുണ്ട് സിറ്റി അല്ലേ? ഏറ്റവും മുകളിൽ ഇതാണ് തിബിലിസി. ഇതാണ് തിബിലിസി. ഇവിടെ ആരോ പാട്ടൊക്കെ പാടുന്നുണ്ട്. വാ നോക്കാം.